നമസ്കാരം. തദ്ദേശം ചാനലിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ബോഡി ദാനത്തെക്കുറിച്ചാണ്. മരിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ ബോഡി നമ്മുടെ സമ്പ്രദായം അനുസരിച്ച് സംസ്കരിക്കുകയോ കത്തിക്കുകയോ ചെയ്യും. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ വിദ്യാർത്ഥികൾ, അനാട്ടമി പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, ഡോക്ടറാവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ഇവർക്ക് വേണ്ടി മെഡിക്കൽ കോളേജുകളിലും അതോടൊപ്പം തന്നെ മറ്റുള്ള സ്ഥാപനങ്ങളിലും, സ്വകാര്യ മെഡിക്കൽ കോളേജും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും ഇത്തരത്തിലുള്ള ബോഡികൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ഈ പ്രക്രിയ വാസ്തവത്തിൽ വളരെ ബുദ്ധിമുട്ടോടു കൂടിയാണ് നമ്മുടെ മെഡിക്കൽ കോളേജിലും പ്രൈവറ്റ് കോളേജിലും നടക്കുന്നത്. ബോഡി ആവശ്യമായിട്ടുള്ളൊരു സന്ദർഭം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അനാവശ്യമായി ഇത് കത്തിച്ചു കളയുകയോ സംസ്കരിച്ചു കളയുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള മനോഭാവം ജനങ്ങളുടെ ഇടയിൽ ഉള്ളത് മാറ്റി തീർക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ള ഒരു ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ളത്. ഈ കാര്യത്തിൽ നമ്മളോട് സംവദിക്കാൻ വേണ്ടി ഇവിടെ ഉള്ളത് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പ്രൊഫസറും അനാട്ടമി വിഭാഗത്തിന്റെ ഹെഡും കൂടിയായിട്ടുള്ള VK സതീദേവി മാഡമാണ്. ഡോക്ടർ സതീദേവി മാഡത്തെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാഡം, ഈ ബോഡി ദാനം ചെയ്യുന്നതിന്റെ പ്രാധാന്യം എന്താണ്? അതിന്റെ നിയമവ്യവസ്ഥകൾ എന്താണ്? പ്രാധാന്യം എന്ന് പറയുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗം ഇതുപോലെ മുന്നോട്ട് പോകണമെങ്കിൽ, അനുസ്യൂതമായി അനായാസേനെ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ഡെഡ് ബോഡി കൂടിയേ തീരും, കെഡാവർ കൂടിയേ തീരും. അതായത് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് ഇയർ തന്നെ പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് അനാട്ടമി. ഈ അനാട്ടമി പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് ഡെഡ് ബോഡി അല്ലെങ്കിൽ കെഡാവർ കൂടിയേ തീരും. അതാണ് ഇതിൻ്റെ പ്രാധാന്യം. മെഡിക്കൽ വിദ്യാഭ്യാസം മുന്നോട്ട് പോയി ഡോക്ടർമാർ ഉണ്ടാകണമെങ്കിൽ ഡെഡ് ബോഡി ഉണ്ടായേ മതിയാവും. ഡെഡ് ബോഡിയിൽ കൂടി പഠിച്ചാലേ കുട്ടികൾക്ക് ഡോക്ടറാവാൻ പറ്റും. നിലവിലെ ഇത്തരത്തിലുള്ള ബോഡികൾ യഥേഷ്ടം നമ്മുടെ മെഡിക്കൽ കോളേജുകൾ, സ്വകാര്യ കോളേജുകളും ഗവൺമെന്റ് കോളേജുകളിലും ഉണ്ടോ? നിലവിലെ സാഹചര്യം രണ്ട് കോളേജിലും വ്യത്യസ്തമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ മെഡിക്കൽ കൗൺസിലിൻ്റെ നിർദ്ദേശപ്രകാരം അവർ പറയുന്നത് ഒരു 10 കുട്ടികൾക്ക് ഒരു ബോഡി വേണം പഠിക്കാനാണ്. ഒരു കെഡാവർ അല്ലെങ്കിൽ ഒരു ഡെഡ് ബോഡി വേണം 10 മെഡിക്കൽ സ്റ്റുഡൻസിന് അനാട്ടമി പഠിക്കാൻ. അങ്ങനെ നോക്കുകയാണെങ്കിൽ 250 കുട്ടികൾക്ക് അഡ്മിഷനുള്ള ഒരു കോളേജിന് 25 ബോഡി വേണം. 100 കുട്ടികളാണെങ്കിൽ 10 ബോഡി വേണം. അതാണ് നിലവിലുള്ള നിയമവ്യവസ്ഥ നമുക്ക് പറയുന്ന ഒരു നിർദ്ദേശം, NMC എന്ന് പറയുന്ന നാഷണൽ മെഡിക്കൽ കൗൺസിൽ. പക്ഷേ അതെന്തായാലും പ്രായോഗികമല്ല. കാരണം അത്രയും ബോഡി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലോ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലോ നിലവിലില്ല. പിന്നെ ഒരു സാഹചര്യം പറയുകയാണെങ്കിൽ ബോഡി ഡൊണേഷൻ കൂടുതലുള്ള കോളേജുകളുണ്ട്. എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, അവിടെയൊക്കെ അത്യാവശ്യത്തിന് ഡൊണേഷൻ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഈ പറഞ്ഞ ക്രൈറ്റീരിയ, NMCയുടെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാനുള്ള ബോഡികൾ ആ കോളേജുകളിൽ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. തൃശ്ശൂർ എന്തായാലും ഉണ്ട്. ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ആയിരുന്നു ഒരു 6 മാസം മുന്നേ വരെ. അവിടെ നമുക്ക് ബോഡികളുണ്ട്. മെഡിക്കൽ കോളേജിലെ ബോഡികൾ ഡൊണേറ്റ് ചെയ്ത് കിട്ടുന്നതാണോ അതോ വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെ ബോഡി ലഭ്യമാകുമോ? അതായത് ബോഡി ഡൊണേഷൻ നമുക്ക് കിട്ടുന്നത് 2 തരത്തിലാണ് പ്രധാനമായിട്ട്. ഒന്നാമത്തെ കാര്യം, നമുക്ക് വോളണ്ടറി ആയിട്ട് സ്വമേധയാ ബോഡി ഡൊണേറ്റ് ചെയ്യാം. നമുക്ക് ഇഷ്ടപ്പെടുന്ന കോളേജിൽ ഏതാണോ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, ആ പർട്ടിക്കുലർ വ്യക്തി താമസിക്കുന്ന പരിസരത്തുള്ള ആ കോളേജിലേക്ക് അവർക്ക് ബോഡി ഡൊണേറ്റ് ചെയ്യാം. അത് വോളണ്ടറി ബോഡി ഡൊണേഷൻ എന്ന് പറയും. സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മുടെ മൃതശരീരം, നമ്മുടെ മരണശേഷം നമ്മുടെ മൃതശരീരം നമുക്ക് മെഡിക്കൽ കോളേജിന് ദാനം ചെയ്യാം. രണ്ടാമത്തെ സോഴ്സ് എന്ന് പറയുന്നത് അൺക്ലെയിംഡ് ബോഡി അല്ലെങ്കിൽ അൺനോൺ ബോഡി, അതായത് അവകാശികളില്ലാതെ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജുകളിൽ കിടന്ന് മരിച്ച ബോഡികൾ, അല്ലെങ്കിൽ അൺനോൺ ബോഡീസ്, തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ചത്. ആ 2 തരത്തിലുള്ള മൃതദേഹങ്ങളാണ് രണ്ടാമത്തെ സോഴ്സായിട്ട് നമുക്ക് കിട്ടുന്ന ഡെഡ് ബോഡീസ്. ഈ ബോഡികൾ എല്ലാം ഡൊണേറ്റ് ചെയ്യുന്ന ബോഡികളും അതോടൊപ്പം തന്നെ അൺക്ലെയിംഡ് ബോഡീസ് ഉണ്ടായിരിക്കില്ലോ. മെഡിക്കൽ കോളേജിലോ ആശുപത്രികളിലോ വന്ന് മരിച്ച കേസ് ആരും ബന്ധുക്കൾ കൊണ്ടുപോകാത്ത ഇതെല്ലാ ബോഡികളും പഠനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റും. ഈ
ഡെഡ് ബോഡി നമ്മൾ വോളണ്ടറി ബോഡി ഡൊണേഷൻ ആണെങ്കിലും അൺക്ലെയിംഡ് ബോഡി അല്ലെങ്കിൽ അനാഥമായിട്ട് നമുക്ക് കിട്ടുന്ന ബോഡികളാണെങ്കിലും ബോഡിയുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവിക മരണമായിരിക്കണം. എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധികൾ കൊണ്ട് മരിച്ച ബോഡികൾ നമുക്ക് എടുക്കാൻ പറ്റില്ല. കോവിഡ്, ഹെപ്പറ്റൈറ്റിസ്, നിപ്പ തുടങ്ങിയ അസുഖങ്ങൾ, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന അസുഖങ്ങളുള്ള കാരണങ്ങൾ കൊണ്ട് മരിച്ച ബോഡികൾ നമുക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല. അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്ത ബോഡികൾ, ആക്സിഡൻറ്റ് പറ്റി മരിച്ച ബോഡികൾ, ഇവരൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട കേസുകളാണ്. അവർ നാച്ചുറലി പോസ്റ്റ്മോർട്ടത്തിന് പോകും. ഒരിക്കൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡി നമുക്ക് പഠനത്തിന് യോഗ്യമല്ല. കാരണം ആ ബോഡി ഓൾറെഡി ഓപ്പൺ ചെയ്ത് എല്ലാം അനാട്ടമി, നോർമൽ അനാട്ടമി ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആയതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ 3 തരം സാഹചര്യങ്ങൾക്ക് ബോഡി സ്വീകരിക്കാൻ പറ്റില്ല. ആത്മഹത്യ ചെയ്ത ബോഡി, ആക്സിഡൻറ്റ് വഴി ഡെത്തായ ബോഡി, അതായത് പോസ്റ്റ്മോർട്ടം ചെയ്യും ഈ 2 കേസിൽ. മൂന്നാമത്തത് പകർച്ചവ്യാധികൾ മൂലം മരിച്ച ബോഡി. അതുകൊണ്ട് തന്നെ ബോഡി ദാനം, അതായത് മൃതശരീരം ദാനം ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. അതെ. ഇപ്പോൾ കണക്കിലെടുക്കുമ്പോൾ മതിയായ തരത്തില് ദാനം വന്നു കൊള്ളണമെന്നില്ല. എന്തുകൊണ്ടായിരിക്കും ആളുകൾ നമ്മുടെ ബോഡി നശിച്ചു പോവുകയാണ്, അങ്ങനെ മെഡിക്കൽ കോളേജിലേക്കോ മറ്റുള്ള ആശുപത്രികളിലേക്കോ ബോഡി ദാനം ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ മറ്റുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയും? ബോഡി ഡൊണേറ്റ് ചെയ്യപ്പെടാതിരിക്കാനുള്ള കാരണങ്ങളാണല്ലോ ചോദിച്ചത്. അപ്പോൾ അതിനുള്ള കാരണങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തൊക്കെ പ്രൊസീഡിങ്സ് ആണ് നമ്മൾ പരിപാലിക്കേണ്ടതുണ്ട്, മാർഗനിർദ്ദേശങ്ങൾ. അത് നടക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളാണ് ബോഡി കിട്ടാതിരുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് 100 രൂപയുടെ, തൃശ്ശൂരാണെങ്കിലും മഞ്ചേരി ആണെങ്കിലും നമ്മൾ 100 രൂപയുടെ മുദ്രപത്രമാണ് വാങ്ങുന്നത്. ബാക്കിയുള്ള ഗവൺമെൻറ് കോളേജിലൊക്കെ 200 രൂപയുടെ മുദ്രപത്രമാണ്. അപ്പോൾ ഈ മുദ്രപത്രമാണ്. അപ്പോൾ ഈ മുദ്രപത്രം ഇപ്പോൾ ഈ സ്റ്റാമ്പ് പേപ്പറാണല്ലോ, അതിൽ ഫസ്റ്റ് പാർട്ടി, സെക്കൻഡ് പാർട്ടി ഉണ്ടാവും. ഫസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ആരാണോ ബോഡി ഡൊണേറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പേരാണ് വരിക, അവരുടെ പേരാണ് വരിക. രണ്ടാം പാർട്ടിയായിട്ട് പ്രിൻസിപ്പാൾ മെഡിക്കൽ കോളേജ് തൃശ്ശൂർ, അല്ലെങ്കിൽ പ്രിൻസിപ്പാൾ മെഡിക്കൽ കോളേജ് മഞ്ചേരി, അല്ലെങ്കിൽ പ്രിൻസിപ്പാൾ മെഡിക്കൽ കോളേജ് കോഴിക്കോട്, ഏതാണെങ്കിൽ അവരുടെ ഏരിയയിൽ വരുന്ന മെഡിക്കൽ കോളേജ്, അതാണ് രണ്ടാം പാർട്ടി. എന്നിട്ട് ഒരു പ്രിസ്ക്രൈബ്ഡ് കൺസെന്റ് ഫോർമാറ്റ് ഉണ്ട്, എല്ലാ കോളേജിനും ഉണ്ട്. ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇതില് മരിച്ചതിന് ശേഷം ബോഡി കൊടുക്കുമ്പോൾ കുടുംബാംഗങ്ങളും, മരിക്കുന്നതിന് മുമ്പ് അനുവാദം കൊടുക്കുകയാണെങ്കിൽ ഈ കക്ഷിയും അതോടൊപ്പം തന്നെ എല്ലാ കുടുംബാംഗങ്ങളും വേണം. അപ്പൊ ഞാൻ പറഞ്ഞു തരട്ടെ. അപ്പോൾ ഈ 1-ാം പാർട്ടി 2-ാം പാർട്ടി ബോണ്ട് പേപ്പറിൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഈ കൺസെന്റ് ഫോർമാറ്റ് അതിൽ ടൈപ്പ് ചെയ്യാം. അതായത് ഇന്ന ദേശത്ത് ഇന്ന ആളുടെ മകൻ ഇത്ര വയസ്സുള്ള ഞാൻ പേരെഴുതിയിട്ട് എൻ്റെ ബോഡി മരണശേഷം ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി മെഡിക്കൽ കോളേജ് കൊടുക്കാൻ സ്വമേധയാ സന്നദ്ധനാണ്, സമ്മതം പ്രകടിപ്പിക്കുന്ന പറഞ്ഞൊരു ഫോർമാറ്റാണ്. അതിനടിയിൽ അദ്ദേഹം അല്ലെങ്കിൽ ആ ലേഡി എഴുതി ഒപ്പിടും, അമ്മയാണോ അച്ഛനാണ്, എഴുതി ഒപ്പിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ താഴെ നെക്സ്റ്റ് പേജിൽ എഴുതാം. അതിൽ എന്തെങ്കിലും ബോണ്ട് പേപ്പറിൽ ഇത്ര സ്ഥലം ഉണ്ടാവില്ല. സെക്കൻഡ് പേജ് എടുത്തിട്ട് അതിൽ മക്കളെല്ലാവരും, ഭാര്യ ആണെങ്കിൽ ഭർത്താവ്, ഭർത്താവാണെങ്കിൽ ഭാര്യ, സ്പൗസ് വേണം എന്ന് പറഞ്ഞാൽ ഈ ബോഡിക്ക് ആരൊക്കെ അവകാശികളുണ്ടോ ആ അവകാശികളെല്ലാവരും ഇതിൻ്റെ താഴെ പേരെഴുതി ഒപ്പിടണം. എൻ്റെ അച്ഛൻ്റെ അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ ബോഡി മരണശേഷം കൊടുക്കാൻ ഞാൻ സന്നദ്ധനാണ്, എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞിട്ട് എല്ലാ മക്കളും എഴുതി ഒപ്പിടണം. അതിന് താഴെ 2 സാക്ഷികൾ. സാക്ഷികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഇവിടെ റിലേറ്റീവ്സ് ആവാം, അല്ലെങ്കിൽ നെയ്ബേഴ്സ് ആവാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ കൊളീഗ്സ് ആവാം. ആർക്ക് വേണമെങ്കിലും ഈ പറഞ്ഞ പോലെ സാക്ഷികളാവാം. എന്നിട്ട് ഈ ഒപ്പിട്ട് എല്ലാവരുടെയും ആധാർ കാർഡിൻ്റെ കോപ്പി വേണം. ഈ ബോഡി ഡൊണേറ്റ് ചെയ്യാൻ സമ്മതം പ്രകടിപ്പിച്ച അദ്ദേഹവും അല്ലെങ്കിൽ അവരും അവരുടെ എല്ലാ മക്കളും പിന്നെ 2 സാക്ഷികൾ, ഇത്രയും പേരുടെ ആധാർ കാർഡിൻ്റെ കോപ്പി വേണം. ഈ ഡൊണേറ്റ് ചെയ്യുന്ന ആൾ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. ഇത്രയേ വേണ്ടൂ. ഇത്രയും വളരെ ലളിതമാണ് പ്രൊസീഡിങ്സ്. മരിച്ചു കഴിഞ്ഞാൽ ബോഡി ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ കുടുംബാംഗങ്ങൾ ബന്ധപ്പെട്ട മെഡിക്കൽ കോളേജിനെ അറിയിക്കണം. കുടുംബാംഗങ്ങൾ എല്ലാവരും ഒപ്പിടും വേണം. അതായത് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് ബോഡി ഡോണർ ID കാർഡ് കിട്ടിയ ഫാമിലി മെമ്പേഴ്സിന് പുതുതായിട്ട് വീണ്ടും ഇനി ഒന്ന് സബ്മിറ്റ് ചെയ്യേണ്ട. ഈ ബോഡി ഡോണർ ID കാർഡ് ഉൾപ്പെടെ ഒരു റിക്വസ്റ്റ്, വൈറ്റ് പേപ്പർ റിക്വസ്റ്റ്, ഇദ്ദേഹം ഇന്ന സമയത്ത് മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിക്വസ്റ്റ് HOD അനാട്ടമിക്ക് കൊടുക്കുക. പിന്നെ ആ ബോഡി ഡോണർ ID കാർഡ്, നമ്മൾ സാധാരണ ബോഡി ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഒരു ID കാർഡ് കൊടുക്കും, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് നമ്പറുള്ള ഒരു ID കാർഡ് കൊടുക്കും. ആ ബോഡി ഡോണർ ID കാർഡ് സറണ്ടർ ചെയ്യണം. പിന്നെ ഇനി അതിൻ്റെ ആവശ്യമില്ല, അതും കൊടുക്കുക. പിന്നെ അവർ എന്തുകൊണ്ടാണ് മരിച്ചത്
മരണകാരണം വ്യക്തമായി അറിയണം നമുക്ക്. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കും ഏത് ഹോസ്പിറ്റലാണ് കിടന്ന് മരിച്ചതെങ്കിൽ ആ ഹോസ്പിറ്റൽ ഡെത്ത് സമ്മറി വേണം. ആ ഡെത്ത് സമ്മറിയുടെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയും കൊണ്ടുവരാൻ പറയും. അത് നമ്മൾ അവർ മരിച്ചു എന്ന് അറിയിക്കുമ്പോൾ നമ്മൾ അപ്പോൾ തന്നെ പറയും വാട്സാപ്പിൽ ഡെത്ത് സമ്മറി അയച്ചു തരണം. കാരണം പകർച്ചവ്യാധി മൂലമാണോ ആൾ മരിച്ചതെന്ന് കൺഫേം ചെയ്യാനായിട്ട്. പകർച്ചവ്യാധി മൂലമല്ലെങ്കിൽ മാത്രമേ നമുക്ക് ഡൊണേറ്റ് ചെയ്താൽ പോലും ബോഡി സ്വീകരിക്കാൻ പറ്റുള്ളൂ. ആത്മഹത്യ അല്ലെങ്കിലും ആക്സിഡൻ്റ് അല്ലെങ്കിലും ഇപ്പം മരിച്ചിരിക്കുന്നത് ഏതെങ്കിലും പകർച്ചവ്യാധി മൂലമാണെങ്കിൽ നമുക്ക് ബോഡി എടുക്കാൻ പറ്റില്ല. അപ്പം അതും കൂടെ അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പറയുള്ളൂ ബോഡി സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലയോ. ഇങ്ങനെ ബോഡി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു അഗ്രിമെന്റ് വെച്ചിട്ടുള്ള ഒരാള് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളടക്കം ഒപ്പിട്ടിട്ടാണ് ഇത് സമർപ്പിക്കേണ്ടത്. ഏതെങ്കിലും സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പിന്മാറാമോ? ഇനി കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഒരാള് ഡിസന്റ് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് റദ്ദാക്കി പോകുമോ? അത് റദ്ദായി പോകും. കാരണം കൺസെന്റ് തന്ന ആൾക്ക് എപ്പോൾ വേണമെങ്കിലും വേണ്ട എന്നുള്ളൊരു ഇത് വരികയാണെങ്കിൽ നാച്ചുറലി അവർ നമ്മൾ അറിയിക്കില്ലല്ലോ. മരിച്ചു കഴിഞ്ഞാൽ ആൾക്ക് എന്തെങ്കിലും അറിയിക്കാൻ പറ്റില്ല, ആളുടെ ഫാമിലി മെമ്പേഴ്സ് എന്തെങ്കിലും അറിയിക്കില്ല. നമ്മൾ അറിയാനും പോകുന്നില്ല ആൾ മരിച്ചു എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് ബോഡി ക്ലെയിം ചെയ്യാനും പോകുന്നില്ല. അതുകൊണ്ട് അത് അവരുടെ ഇഷ്ടം, അവരുടെ ഇഷ്ടപ്രകാരമാണല്ലോ ഒരു കൺസെന്റ് തന്നത്. ഒരു സമയത്ത് അവർക്ക് വേണ്ടെന്ന് വെച്ചാൽ അതിനുള്ള സ്വാതന്ത്ര്യം റൈറ്റ് അവർക്കുണ്ട്. കുടുംബ അംഗങ്ങള് ഇപ്പോഴത്തെ കേസിൽ ഇപ്പോൾ ഒരു ആള് ദാനം ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കുടുംബാംഗങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ബന്ധപ്പെട്ട മെഡിക്കൽ കോളേജിനെ സമീപിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇത് രണ്ടാമത്തെ കേസ്. ആദ്യം ഞാൻ പറഞ്ഞ കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മരിക്കുന്നതിന് മുമ്പ്, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ബോഡി ഡൊണേറ്റ് ചെയ്യാൻ സമ്മതമാണെന്ന് കൊണ്ട് എനിക്ക് വേണ്ട പ്രൊസീഡിങ്സ് എല്ലാം ചെയ്ത് ID കാർഡ് മേടിച്ച് വെക്കാം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുടുംബാംഗങ്ങൾക്ക് നേരിട്ട് ആ കോളേജിൽ പോയിട്ട് ബോഡി സബ്മിറ്റ് ചെയ്യാവുന്നുള്ളൂ, കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ മരിച്ചിട്ടില്ല. പക്ഷെ എനിക്കൊരു വിഷ് ഉണ്ടായിരുന്നു, മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബോഡി കൊടുക്കണം. പക്ഷെ എനിക്ക് അതിൻ്റെ പ്രൊസീഡിങ്സ് ഒന്നും ചെയ്യാനായിട്ടുള്ള സൗകര്യമോ സമയമോ കാര്യങ്ങളൊന്നും നടന്നില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ എൻ്റെ അവകാശികൾക്ക് അറിയാം എനിക്ക് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ വരികയാണെന്ന് വെച്ചാൽ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ അവർക്ക് കൺസേൺ കോളേജിൽ, പരിസരത്തുള്ള ഏത് ഗവൺമെൻറ് കോളേജാണോ ആ ഗവൺമെൻറ് കോളേജിൽ HOD ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇങ്ങനെ താല്പര്യമുണ്ട്, നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല, ബോഡി സ്വീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ HODയുടെ ഡിസ്ക്രിപ്ഷനാണ് ബോഡി ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടതെന്ന്. ഞാനുള്ള സമയത്ത് ഞാൻ ഷുവർ ആക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ചെയ്യേണ്ട പ്രൊസീഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുദ്രപത്രം വേണ്ട. കാരണം ഓൾറെഡി അദ്ദേഹം മരിച്ചു കഴിഞ്ഞാണെങ്കിൽ അദ്ദേഹം മരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു വൈറ്റ് പേപ്പറിൽ റിക്വസ്റ്റ് അവരുടെ ബന്ധുക്കൾ എഴുതുക, ബന്ധുക്കളുടെ അവകാശികൾ എഴുതുക. ഏത് തരത്തിലുള്ള വിഭാഗക്കാരാണ് ബോഡി കൂടുതലും? ഇതുവരെ തന്ന ബോഡി കണക്കിലെടുക്കുമ്പോൾ ഏത് വിഭാഗക്കാരാണ് ബോഡി ദാനം കൂടുതൽ നടത്തിയിട്ടുള്ളത്? ഈ മതങ്ങളിൽ വിശ്വാസമില്ലാത്ത ആളുകളാണോ, ദൈവത്തിൽ വിശ്വാസമുള്ള ഇല്ലാത്ത ആളുകളാണോ, ഭാവിയിലെ നമ്മൾ നരകത്തിലോ സ്വർഗത്തിലോ പോവില്ല എന്നുള്ളത് ഉറപ്പുള്ള ആളുകളാണോ, അങ്ങനെയുള്ള ആളുകളാണോ ഈ ബോഡി ദാനം ചെയ്തത്? പ്രത്യേക മത വിഭാഗക്കാര് അങ്ങനെയൊക്കെ കണക്കിലെടുക്കുമ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ രണ്ട് സംഘടനയെ എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല. ഒന്ന് യുക്തിവാദി സംഘടന, ഒന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ഈ രണ്ടുപേരും ഒരുപാട് ഈ മേഖലയിൽ പബ്ലിക് അവയർനെസ് കൊണ്ടുവരികയും ഒരുപാട് പേരെ ബോഡി ഡൊണേഷന് മോട്ടിവേറ്റ് ചെയ്യുകയും കുറേ പേര് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് സംഘടന എന്ന് പറയുമ്പോൾ അവർ ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്, അവരുടെ വിശാല മനസ്കത എന്താണോ, അവരുടെ താല്പര്യങ്ങൾ എന്താണോ അതിനനുസരിച്ച് ആണല്ലോ അവർ. ഇനിയും നമ്മള് രാഷ്ട്രീയ പാർട്ടിക്കാരും മതവിഭാഗക്കാരും ഇതിലേക്ക് ഇപ്പൊ ഒരു മാറ്റത്തോടു കൂടിയിട്ട് സമീപിക്കണം എന്നുള്ളത് പറയാമോ? കൂടുതൽ സംഘടനകൾ സ്വന്തം പേരിലും മരണാനന്തരം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒറ്റയാൾ പട്ടാളങ്ങളും ഇതിനു വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. കുറേ സംഘടനകളുണ്ട് കേട്ടോ. കുറേ ക്ലബ്ബുകൾ, പല ക്ലബ്ബുകളുണ്ട്, ലയൺസ്, റോട്ടറി, പിന്നെ ഓരോ ഗ്രാമീണ പ്രദേശങ്ങളിലെ ക്ലബ്ബുകൾ, അവരൊക്കെ നമ്മളെ വിളിക്കും. ഓരോരോ ഓണം ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ ബോഡി ഡൊണേഷൻ അവയർനെസ് കൊടുക്കാനും, അവിടെ ഇത്തരം പേര് ബോഡി രജിസ്റ്റർ ചെയ്യുമ്പോൾ കാർഡ് വിതരണം ചെയ്യാനും അങ്ങനെയായിട്ട് പലരും മുന്നോട്ട് വരുന്നുണ്ട്. യുവതലമുറ മുന്നോട്ട് വരുന്നുണ്ട്. പിന്നെ വിശ്വാസം കുറവുള്ളവരും വിശ്വാസമുള്ളവരും വരുന്നുണ്ട്. നല്ല ഒരു രണ്ടു കൂട്ടരും തരുന്നുണ്ട്. പിന്നെ കുറച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരും മുന്നോട്ട് വരുന്നുണ്ട്. ഈ മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് പൈസ ഒരുപാട് ഇറക്കാൻ ഉള്ള ബുദ്ധിമുട്ടുള്ളവരും, കുട്ടികൾ പഠിക്കണമെങ്കിൽ അതല്ലേ കൂടുതൽ നല്ലത് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വരുന്നവരുമുണ്ട്. അത് ഒരുപക്ഷെ അവരുടെ വിശാല മനസ്ഥിതിയും കൂടി അതിന്റെ ഭാഗമായി. വിശാല മനസ്കര് മാത്രമേ വരുന്നുള്ളൂ. വരുന്നവരും ഡൊണേറ്റ് ചെയ്യുന്നവരെല്ലാം വിശാല മനസ്കര് മാത്രമേ ഉള്ളൂ, അല്ലാത്തവര് അവിടെ വരുന്നേ ഇല്ല. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇങ്ങനെ കിട്ടുന്ന ബോഡി എത്ര കാലം നമുക്ക് കുട്ടികൾക്ക് പഠനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും? എത്ര കാലം വരെ? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 10
കുട്ടികൾക്ക് ഒരു ബോഡി എന്ന് പറയുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ നിൽക്കണമെങ്കിൽ കൂടി അത്രയും ബോഡി കൊടുക്കാനില്ലാത്തതുകൊണ്ട് നമ്മൾ ഉള്ള ബോഡി വെച്ചിട്ടാണ് മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഒരു ബോഡി ഒരു കൊല്ലത്തിന്മേലൊന്നും ഇല്ല, കൂടുതൽ നമ്മുടെ സ്റ്റോക്ക് വയ്ക്കാനില്ല. കാരണം ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലെ തൃശ്ശൂർ, കോഴിക്കോട്, ട്രിവാൻഡ്രമാണ് കൂടുതൽ ബോഡികൾ വരുന്നത്. അവിടെ നിന്ന് ബോഡികൾ ഞങ്ങളുടെ പോലുള്ള ചെറിയ കോളേജുകളിലേക്ക് മഞ്ചേരിയിൽ നിന്നും ബോഡി ഡൊണേഷൻ അത്രയൊന്നും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് 6 ബോഡി ഞാൻ മഞ്ചേരിയിൽ വന്നതിന് 6 ബോഡി ഞാൻ തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവന്നു. അതുപോലെ വയനാട്, കാസർഗോഡൊക്കെ തൃശ്ശൂരിൽ നിന്നാണ് ബോഡി കൊടുത്തിട്ടുള്ളത്. പിന്നെ കോഴിക്കോട് നിന്നും പരിയാരത്തു നിന്നൊക്കെ ബോഡികൾ റിസീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് കോളേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് ബോഡികൾ മീറ്റ് ചെയ്തുകൊണ്ട് എൻ്റെ എന്താ പറയുക റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം പ്രൈവറ്റിന് വേറെ ഒരു അനാട്ടമി ആക്ട് പ്രകാരമാണ് ബോഡി കൊടുക്കാൻ പറ്റുള്ളൂ. പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ 1-2 മെഡിക്കൽ കോളേജിനൊക്കെ 2-3 മെഡിക്കൽ കോളേജിനൊക്കെ ഗവൺമെൻറ് സാങ്ഷൻ ഉണ്ടെന്നുണ്ട് നേരിട്ട് ബോഡി റിസീവ് ചെയ്യാനായിട്ട്. അല്ലാത്തതൊക്കെ അവർ ഇതുപോലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്ന് 40,000 റുപ്പീസ് 40,000 രൂപ ഗവൺമെൻറ്റിലേക്ക് അടച്ചിട്ടാണ് ബോഡി കൊടുക്കുന്നത്. ആ ബോഡി എന്ന് പറയുന്നത് അൺക്ലെയിംഡ് ബോഡി അല്ലെങ്കിൽ അൺനോൺ ബോഡീസ്, ആരും ക്ലെയിം ചെയ്യാൻ ഇല്ലാത്ത അറിഞ്ഞുകൂടാത്ത മൃതദേഹങ്ങളാണ് പ്രൈവറ്റിലേക്ക് കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ ഡൊണേറ്റ് ചെയ്ത ബോഡി പ്രൈവറ്റിലേക്ക് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനത്തെ അൺക്ലെയിംഡ് ബോഡി സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ പ്രൈവറ്റിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അൺക്ലെയിംഡ് ബോഡി കിട്ടുന്നതിനനുസരിച്ച് പ്രൈവറ്റിലേക്ക് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് 40,000 അവർ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നത്. ശരീരം ദാനം ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ വന്നിട്ട് സമ്മതപത്രമോ അഗ്രിമെൻറ്റോ ചെയ്യണമെന്നുണ്ടോ? ഇപ്പോൾ ഓൺലൈൻ നടപടിക്രമങ്ങൾ വളരെ ലളിതമായ തരത്തിൽ നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. ഇതിന് ഓൺലൈൻ സംവിധാനം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഓൺലൈൻ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ മെഡിക്കൽ കോളേജിനും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിനും വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ നമ്മൾ ഈ ബോഡി ഡൊണേഷൻ്റെ പ്രൊസീഡിങ്സ് എന്താണെന്നുള്ളത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ നേരത്തെ ബോണ്ട് പേപ്പർ വാങ്ങണം, അതിൽ ഡോണർ ഒപ്പിടണം, അവരുടെ അവകാശികൾ എല്ലാവരും ഒപ്പിടണം, ഇത്രയും ആധാർ കാർഡുകളുടെ കോപ്പി വയ്ക്കണം, സാക്ഷികൾ ഒപ്പിടുന്ന പറഞ്ഞല്ലോ, ഫോട്ടോ വയ്ക്കണം. ആ ഫോർമാറ്റ് എന്ത് ചെയ്യണം എന്നുള്ള ഫോർമാറ്റ് എല്ലാ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ ഈ ഫോം അവർക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അവർക്ക് പ്രൊസീഡിങ്സ് ചെയ്യാം. എന്നിട്ട് HOD അനാട്ടമി ഓഫ് ആ കോളേജ് ഏത് കോളേജാണോ ആ കോളേജ് HOD അനാട്ടമിക്ക് ഇതെല്ലാം പോസ്റ്റിൽ അയച്ചു കൊടുക്കുക. അപ്പോൾ അവരത് രജിസ്റ്റർ ചെയ്തിട്ട് കാർഡ് അവരുടെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കും. ഈ പറയുന്ന ഡോണേഴ്സ് നേരിട്ട് കോളേജിൽ വരേണ്ട ആവശ്യമേ ഇല്ല. ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൃത്യമാണോ എന്ന് മാത്രം നമ്മൾ ചെക്ക് ചെയ്യും. മൊബൈൽ നമ്പർ നിർബന്ധമായിട്ടും വെക്കണം. കാരണം എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റ് കുറവുണ്ടെങ്കിൽ നമുക്ക് വിളിച്ചറിയിക്കണമെങ്കിൽ അവരുടെ മൊബൈൽ നമ്പർ വേണം. അതുകൊണ്ട് മൊബൈൽ നമ്പർ വെച്ചിരിക്കാൻ നിർബന്ധമാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് കുറവുണ്ടെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാനോ നമുക്ക് കാർഡ് അയക്കാനോ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ വരേണ്ട ആവശ്യമേ ഇല്ല. ഇവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ എന്താ പറയുക ഫോർമാറ്റ് വെബ്സൈറ്റിൽ ഡൗൺലോഡ് ചെയ്ത് പ്രൊസീഡിങ്സ് ചെയ്ത് പോസ്റ്റലി HOD അനാട്ടമിക്ക് അയച്ചു കൊടുത്താൽ മതി. കാർഡ് വീട്ടിലെത്തും. നേരത്തെ പറഞ്ഞല്ലോ ഈ ബോഡി 1 വർഷമാണ് പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഈ പഠനത്തിന് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞ ബോഡികൾ ഇപ്പോൾ 10-250 കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ 25 ബോഡികൾ ഉണ്ടാവും. ഇത് പിന്നീട് എങ്ങനെയാണ് ഇത് ഡിസ്പോസ് ചെയ്യുക? അതായത് നമ്മൾ ഒരു ഫസ്റ്റ് ഇയർ മെഡിക്കൽ സ്റ്റുഡൻറ്റ് ഇനി ഈ വർഷത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ 2026 ഓഗസ്റ്റിൽ പുതിയ ബാച്ച് MBBS പിള്ളേർ വരും, ഫസ്റ്റ് ഇയേഴ്സ് വരും. അപ്പോൾ നമ്മൾ എത്ര ബോഡി ഒരു കോളേജിന് എടുക്കാൻ പിള്ളേർക്ക് കൊടുക്കാൻ ഉണ്ടാവുമോ അത്രയും ബോഡി നമ്മൾ എടുക്കും. 10 ബോഡിയാണ് എടുത്തതെന്ന് വെച്ചാൽ 10 ബോഡിയിൽ നമ്മൾ ക്ലാസ് തുടങ്ങും. ക്ലാസ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കൈയാണ് പഠിപ്പിക്കുക. 2 കൈ പഠിപ്പിക്കും. 2 കൈ പഠിപ്പിച്ച് കഴിഞ്ഞാൽ ആ കൈ ബോഡിയിൽ നിന്ന് മാറ്റിയിട്ട് കൈ ഫുൾ പഠിച്ച് കഴിഞ്ഞാൽ കൈ കൊണ്ടുപോയിട്ട് ബറിയൽ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി ബാക്കി വന്ന ഭാഗങ്ങൾ കുഴിച്ചിടും. പിന്നെ കാല് പഠിക്കും. 2 കാല് പഠിച്ചു കഴിഞ്ഞാൽ ആ കാല് ബാക്കി ശരീരഭാഗത്ത് നിന്ന് മാറ്റിയിട്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ അത് കൊണ്ടുപോയിട്ട് കുഴിച്ചിടും. പിന്നെ തല, നെഞ്ച് ഭാഗം, വയറ് ഭാഗം, അങ്ങനെ ഓരോ ഭാഗമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഓരോ ഭാഗം കൊണ്ടുപോയി മറവ് ചെയ്യും. ഓരോ മെഡിക്കൽ കോളേജിൻ്റെയും അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ബറിയൽ ഗ്രൗണ്ട് വേണമെന്നുള്ളത് നാഷണൽ മെഡിക്കൽ കൗൺസിലിൻ്റെ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു പദ്ധതിയാണ്. നിർബന്ധമായിട്ടും ബറിയൽ ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം എന്നുള്ളത്. അതുണ്ട് എല്ലാ കോളേജുകൾക്കും. മഞ്ചേരിയിൽ അതിൻ്റെ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ആ ബറിയൽ ഗ്രൗണ്ടിലാണ് നമ്മൾ ബോഡി റിമെയിൻസ് കൊണ്ടുപോയിട്ട് കുഴിച്ചിടുന്നത്. ശരീരം ദാനം ചെയ്യുന്നതിനെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ചർച്ചയിൽ പറഞ്ഞത്. ആ ശരീരം ദാനം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സിങ്ങും കുട്ടികൾ പഠിക്കുന്ന കാര്യങ്ങളും അതിൻ്റെ ബറിയലും അതിൻ്റെ സകല കാര്യങ്ങളും വിശദമായിട്ട് ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തു. ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അത്ര ബോഡി നമുക്ക് ലഭിക്കുന്നില്ല.
ഏതെങ്കിലും തരത്തിൽ ലഭിക്കുന്ന ബോഡികളും അതോടൊപ്പം തന്നെ ദാനമായി കിട്ടുന്ന ബോഡികളുമാണ് ഇവിടെ ഈ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ദാനമായി കിട്ടുന്നത് തുലം വളരെ കുറവാണ്. നമ്മൾ ബറിയലിന് വേണ്ടിയിട്ടോ കത്തിക്കാൻ വേണ്ടിയിട്ടോ ആണ് ശവം ഈ ബോഡി പിന്നീട് ഉപയോഗപ്പെടുത്തുന്നത്. അതിന് പകരം കുറേ പേരെങ്കിലും ദാനം ചെയ്യുകയാണെങ്കിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ പുതിയ തലമുറയ്ക്ക്, അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യരംഗത്തിന് അതൊരു ഗുണകരമായിരിക്കും എന്നുള്ളതാണ് വിചാരിക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത് വിശദമായി സംസാരിച്ചതിന് നന്ദി, നമസ്കാരം. നന്ദി.